അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ
പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ നാം നിൽക്കവേണ്ട പോർപ്പൊരുതു യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ നാം നിൽക്കവേണ്ട പോർപ്പൊരുതു യാത്ര തുടരാം. വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ. നാടുവിട്ടു വീട് വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.
ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരെന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു?
നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ. ജീവന്റെ നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ കർത്താവേ, നീ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ ദൈവവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവരും ചേർക്കണമേ. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. ഭാവാഭുക്തൻ നിന്റെ കരുണകളെ അനുഗമിക്കുകയും നിന്റെ ജാതിക്ക് നിങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവിനെ ആകാശത്തിന് ഭൂമിയിലെ സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഉന്നതനാം നിത്യനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങൂ വചനമരുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രദ
നിന്നെ ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന സഹിച്ചുവേണമേ. കാവൽക്കാരെ പരിശ്രയം കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ മക്കളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവനായകമായ ശബ്ദത്താലാസം ഉയർത്തിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കള്ളം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ഇവന്റെയും മഴത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാന പ്രതീക്ഷ മരണമടഞ്ഞവരെ അഗ്നിയോടെ ഉയർപ്പിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന സന്തോഷകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരനെ നീ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൂടെ ഞാനുണ്ടല്ലോ, ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്, എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്.
മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്കു തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പൊയ്പോകുന്നു, അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെന്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ.
എന്നേക്കും മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ല വരത്തു വലം പാകേ. ആരാധിച്ചു വണങ്ങുന്നു അത് ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും നൽകുന്നു. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തന പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ നഗരിൽ ജീവനദിക്കുന്നു. സമാധാനം അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിജയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ നിശ്ചിതായ അങ്ങയുടെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി കബറിടങ്ങൾ നികർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ.
പരിശുദ്ധനായവനേ എന്നരുതേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവരങ്ങെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരങ്ങെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വാഗ്ദാനം പ്രതീക്ഷയാൽ അങ്ങയുടെ ദാസനെ ആശ്വസിപ്പിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവർക്ക് വരം ഭാഗേ. ആകാശവും ഭൂമിയും എന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായുസ്സും പൂർവന്മാരാ നോഹബരാഹ ഈസഹാക്യാക്കോ മഹിരാശേദൻ ഹരിഭാവനമാ ബലികൾ പോലെ അഗാധത്തിൽ നിന്ന് ഞാൻ ആശ്രയിക്കൊള്ളേണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം എന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ രക്ഷയും അവതരത്തിലാകുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു മന്ത്രിയെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായി നീതി വിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും
മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായുടെ കുരിശിന്റെ അടയാളം ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരാക്കപ്പെടലിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ അങ്ങയോട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ അങ്ങ് സ്വീകരിക്കേണ്ടേ. ഞങ്ങളുടെ സമൂഹത്തിന്റെ മേലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അറിവോടെയുമറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമേടനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരത്തു വലമ്പാകേ ആരാധിച്ചു വണങ്ങുന്നു. അതുമായി ഞങ്ങൾക്ക് സ്ഥാനം രക്ഷയുയരും നൽകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനവയും നീ നൽകണമേ മൃതനായുസ്സും. പാപങ്ങൾ വായിക്കണമേ നിൻകൃപയാലെ. മാമോദീസവഴിയെന്നെ സുതരാളവരും നോക്കണമേ. ആനന്ദിക്കും കർത്താവേ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വരികകളിൽ വിത്തുകൾ പൊട്ടി
അണയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമി പാപങ്ങൾ നിരയായെന്ന് വിധിക്കുന്നേ. നമുക്ക് സമാധാനം. ഞങ്ങളുടെ ജീവന് കാരണവാന്മാരുടെ പ്രത്യാശേനിയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. വിളങ്ങൂ വദനമടുണരാൻ വരമരുളേണം. പൊങ്ങി മുഴങ്ങോ കാഹളനാദം പൂജിതമല്ലോ. അന്യമിഴാത്തോൻ അവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിച്ചവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്നു. അവൻകാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. യോന ഭക്തരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദദാനാസനയിലൊപ്പിച്ചേർത്താവേ. ആ ശബ്ദമകയമായ നിരവധിയുടെ ദിവസത്തിൽ നിരദാസനെ വിളിക്കുന്ന വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. ജീവിക്കുന്നവരെ എന്നെ ആഗ്രഹം പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി കാരണത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കും.
നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും ചൊല്ലുകേ നാം പാർക്കുമ്പോ ഭാഗ്യരാജ്യത്തിൽ നിത്യം ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു അങ്ങു വേണം നീതി ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും ചൊല്ലുകേ നാം പാർക്കുമ്പോ ഭാഗ്യരാജ്യത്തിൽ നിത്യം കുറവുകള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിതാവെ അതെല്ലാം ക്ഷമിച്ച് ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പണിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താട്ടം ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളെയും പരിമളസസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിൽ ഞങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനയുമായി സ്ത്രീത്വത്തിന് ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വൈകിലെ പുഷ്പമാരി അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു വീർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നോവിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കിട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു വീർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അരലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിൻ അരുളേണം. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിലമണയ്ക്കുന്നു. ഭക്തിനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണക നവജീവൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമതിനാളിൽ കർത്താവേ നീ അണയുന്നു. കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരും കുമരൻ ഭാവേ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവുമ്പകൽ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും ഇതിനെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ടായി എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു.
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിയുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും എല്ലാവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നതിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകരമായ തൃത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സുദ്രകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണമായി മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിടവാങ്ങും നീ നശ്വരമുലകിൽ
അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ, പാപങ്ങളെല്ലാം അങ്ങോർത്തിരുന്നാൽ ആർക്കു നിലനിൽക്കുവാൻ കഴിയും? ദൈവമേ, അങ്ങ് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. എന്റെ ആത്മാവ് അങ്ങയെ തന്നെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, ഉദാരശീലനും ദാക്ഷിണ്യവാനും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര, വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര, നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം
നാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ. കർത്താവേ, എന്റെ ജീവിതം എത്ര ചുരുങ്ങിയതാകുന്നു. നിന്റെ ദൃഷ്ടിയിൽ എന്റെ പ്രവാസം ഒന്നുമല്ല. മനുഷ്യജീവിതം നീരാവി പോലെ കടന്നുപോകുന്നു. അവന്റെ അധ്വാനവും വ്യർത്ഥമത്രേ. അവൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു, എന്നാൽ അതാര് കൊണ്ടുപോകുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നത് എന്താണ്? എന്റെ പ്രത്യാശ നിന്നിലത്രേ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന കടത്തഴത്തെ കുട്ടപ്പൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന KM കുരുവിള നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗയാത്ര ചെയ്യുകയാണ്. 1915 മരിച്ച് 16 അടങ്ങുന്നു എന്നുള്ള ഒരു തമാശ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കും. ഇവരുള്ള സാറ് എന്ന് ഞങ്ങൾ കൂട്ടുകാര് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ വിളിക്കുമായിരുന്നു. 1959 മാർച്ചിൽ SSLC എഴുതി കരിങ്ങുന്നം സെന്റ് അഗസ്റ്റിൻസ് സ്കൂളിൽ നിന്ന് പാസ്സായ മൊത്തം 39 പേര് മാത്രമുള്ള ക്ലാസ്സിലെ തോൽക്കാതെ ജയിച്ച മിടുക്കന്മാരിൽ ഒരാളാണ് കുരുവിള സാറ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ സാറ് എന്നുള്ള പേര് അദ്ദേഹം സ്വന്തമാക്കി. അധ്യാപകരുടെ മുമ്പിലും അദ്ദേഹം ഒരു സഹപ്രവർത്തകനെ പോലെയായിരുന്നു. കാരണം ഏത് വിഷയവും എടുത്താൽ അദ്ദേഹം പറയും, സാർ എനിക്കൊന്ന് പറഞ്ഞുകൂടാ, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും അറിയാവുള്ളൂ, എനിക്കറിഞ്ഞുകൂടാ എന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. ഞരങ്ങിയും മൂളി എന്നുള്ള വർത്തമാനം എനിക്കില്ല, ഈ ബാക്കി സാറിന് പഠിപ്പിച്ചോളാൻ പറയും. സാറുമാർക്ക് ഇഷ്ടമാണ്. അറിയാമെങ്കിൽ സാറേ ഇതാണ് എന്റെ ശരി ഉത്തരം. എന്നിട്ട് ഒന്നോട് കൂട്ടിച്ചേർക്കും, എന്റെ അഭിപ്രായത്തിൽ മാത്രമല്ല ആ പുസ്തകം എഴുതിയ അല്ലെങ്കിൽ ആ ഗ്രന്ഥം ആ പാഠത്തിന്റെ കർത്താവാരോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഇനി ബാക്കി സാറിനൊന്നും പറയാമെങ്കിൽ അതോട് ചേർത്തോളാൻ പറയാം. അങ്ങനെ സാറന്മാരെയും സഹപാഠികളെയും ഒരുപോലെ രസിപ്പിച്ചുകൊണ്ട് SSLC എഴുതിയപ്പോൾ ഒറ്റയടിക്ക് തന്നെ പാസ്സായി വിജയിച്ച കുരുവിള, നമുക്കെല്ലാം പ്രിയപ്പെട്ട കുട്ടപ്പൻ ഇന്ന് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം കൂട്ടുകാരായി ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കൽ മാത്രമേ വക നൽകിയിട്ടുള്ളൂ. ദുഃഖം ഉള്ള സമയവും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഉണ്ട്. പരീക്ഷയിൽ തോറ്റുപോയതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ അന്നൊക്കെ സാറുമാർ നല്ല തല്ലൊക്കെ തരുമായിരുന്നു. ഈ സാറിന്റെ ക്ലാസ് അതിന് തല്ല് കിട്ടും എന്നുറപ്പുള്ളപ്പോഴും
തയ്യാറാണ്, തല്ല് മേടിക്കാൻ തയ്യാറാണ്. അപ്പോഴും പറയും സാറേ ഇന്ന് വന്നേരെ ഉത്തരം അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞ സാറന്മാരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ രസിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അന്നേ ഒരു ചാതുര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും കൂട്ടുകാർ കൂടുമായിരുന്നു. SLC പാസ്സായി കഴിഞ്ഞ് അദ്ദേഹം മെഡിക്കൽ ലൈൻ മാറുകയുണ്ടായി. അവസാനം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തു എന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഥമ ദൃഷ്ടിയാൽ തെളിഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് കൈവയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. മുഖവരിയായിട്ട് തന്നെ ഞാൻ പറയേണ്ടതായിരുന്നു. കറുത്തെടുത്തെ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരിക്കുന്ന സൂസമ്മ കൈപ്പുഴയിൽ, മക്കൾ സെബു, സുമി, ശ്വേത, മരുമക്കൾ ആശ, സുനിത, ഫിനിൽ എന്നിവർക്കും കറുത്തെടുത്ത കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കോട്ടയം കൊപ്പഴ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്കും പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയാണ്. കൊപ്പഴ ജോൺ സാർ ഇന്ന് ആ മരണപ്പന്തയിൽ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ അല്പം കുശലം പറഞ്ഞു, അച്ഛൻ എവിടെയാണ് ചോദിച്ചു. അപ്പൊ ജോൺ സാറിന് എന്താണ് ഏതോ ബന്ധമുണ്ടെന്നറിയാം, എന്താണ് ബന്ധം ചോദിച്ചപ്പോൾ അഭിമാനത്തോടെ പറഞ്ഞു എന്റെ സഹോദരിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രഗത്ഭരായ വ്യക്തികളെ പ്രദാനം ചെയ്തിട്ടുള്ള 2 കുടുംബങ്ങളാണ് കറുത്തെടുത്ത് കുടുംബവും അതുപോലെ കോട്ടയം കൊപ്പുഴ കുടുംബവും. അതുപോലെ തന്നെ സമുദായത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക് എന്നുള്ള നിലയിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള വ്യക്തികൾ നിറഞ്ഞ ഈ 2 കുടുംബങ്ങൾ ഇന്ന് ഈ സഹോദരന്റെ വേർപാട് ദുഃഖിക്കുമ്പോൾ അവരോട് കൂടി ചേർന്ന് ഈ ഇടവക സമൂഹവും വേദനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഇഷ്ടജനങ്ങളുമായിട്ട് ഈ കരിമന്നത്ത് ഉള്ള എല്ലാവരും ഈ സുഹൃത്തിന്റെ വേർപാട് ഇന്ന് ദുഃഖിക്കുന്നു. നാനാജാതി മതസ്ഥര് ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു, അദ്ദേഹത്തിന് ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കറന്റ് ന്യൂസിനെ കുറിച്ച് അറിയുവാൻ താല്പര്യവും സംസാരിക്കുവാൻ ഇഷ്ടവുമുണ്ട്. നമ്മുടെ റോഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ റോഡിൻ്റെതായ പണികളും ബുദ്ധിമുട്ടുകളപ്പോൾ അദ്ദേഹം പറയും, ഐ ആം സേഫ്ലി എവേ ഫ്രം ദിസ് ട്രബിൾസ്. ഐ ആം സേഫ്ലി എവേ ഫ്രം ദിസ് ട്രബിൾസ്. ആ വീട് എത്ര വീതി കൂട്ടിയാലും ഈ കണക്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സുരക്ഷിതമായിട്ടാണ് ഇരിക്കുക. അങ്ങനെ കരക്കിരുന്നു കൊണ്ട് സുഖമായിട്ടൊരു വീട് കൂടി കാണാം, അല്ലെങ്കിൽ റോഡ് കൂടി കാണാം എന്ന് വരെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ കേൾക്കുകയുണ്ടായി. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ആരെയും സന്തോഷിപ്പിക്കുവാൻ, ആർക്കും സ്നേഹത്തോടു കൂടിയ സമാശ്വാസം കൊടുക്കുവാൻ ഉള്ള സന്നദ്ധതയും അതിനുള്ള ചാതിരിയും ഒന്ന് പ്രത്യേകം തന്നെയായിരുന്നു. ഏതായാലും ഇന്ന് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പറയുവാൻ കാണും, ഞാൻ നീട്ടുകയില്ല. കൂട്ടുകാരുമായി നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഏത് വിഷയത്തോടും തമാശ കൂട്ടിച്ചേർത്ത് അവസ്ഥോചിതമായിട്ടുള്ള അരോചകമല്ലാത്ത നല്ല തമാശ കൂട്ടിച്ചേർത്ത് അധ്യാപകരെയും സഹപാഠികളെയും ഒരുപോലെ സന്തോഷിപ്പിച്ചും രസിച്ചും വന്ന നല്ല കൂട്ടുകാരൻ. പഞ്ചാബിലേക്ക് ജോലിയിൽ സമർപ്പണ ബോധത്തോടുകൂടി അവധിക്കാലത്ത് ഞാൻ സെമിനാരിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തുപോയതിനു ശേഷം തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. എന്തെങ്കിലുമൊക്കെ തമാശ പറയും. അപ്പോഴെല്ലാം എന്റെ ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നവനാണ് എന്ന് പറയുമായിരുന്നു. ഞങ്ങൾ ആ ബാച്ചിൽപ്പെട്ടവര്, അതായത് 1989 SLC പാസ്സായ ആ ബാച്ചുകാര് ഒരുമിച്ച് കൂടി തുടങ്ങിയതാണ് സാഗ. കരിങ്കുന്നത്ത് പ്രവർത്തിക്കുന്ന സാഗ എന്നുള്ള പ്രസ്ഥാനം കരിങ്കുന്നം പഞ്ചായത്തിലെ 60 വയസ്സിന് മുകളിലുള്ള സകല നാനാജാതി മതസ്ഥരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നാണ്. അത് കേട്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു, തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ കുരുളസാറെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനമാണ്, അതിന് ഒരു കുഴപ്പമില്ല, സാമ്പത്തിക ഒഴിച്ച് എന്തു എന്നോട് പറഞ്ഞു, തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹം തമാശ പറയുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാമ്പത്തിക ഒഴിച്ചാൽ കാര്യം നടക്കുകയില്ല എന്ന് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകം എടുത്തു പറഞ്ഞു, സീനിയർ ഹെൽത്ത് എന്നുള്ള വിഷയത്തിൽ എന്ത് സംബന്ധിച്ചും ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആർക്കും അറിയുന്നത് കൂടുതൽ ഒരുപക്ഷെ എനിക്കിന്ന് പറയുവാൻ സാധിക്കും. അത് അഭിമാനത്തോടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്തിരുന്ന ജോലിയിലുള്ള ആത്മസംതൃപ്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ജോലിയിൽ എന്തുമാത്രം മാസ്റ്റർഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യത്തിന്റെ പേരിലാണ്. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരായിരിക്കുന്ന 60 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ കൊടുക്കുവാൻ എനിക്കിന്ന് സാധിക്കുമെന്ന അഭിമാനത്തോടെ പറഞ്ഞു. നിങ്ങൾ ആരേക്കാൾ കൊടുത്തു ഞാനത് ഏറ്റു, എന്നെ ഏൽപ്പിച്ചേരെ എന്ന ധൈര്യപുറം പറഞ്ഞയാളാണ്. അപ്പൊ ഞങ്ങളെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസോഴ്സ് പേഴ്സണെ കിട്ടിയതിൽ സന്തോഷമുണ്ടായിരുന്നു.
പക്ഷേ അദ്ദേഹത്തിന് അധികമൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതിനു മുമ്പേ അദ്ദേഹം രോഗിയായി കഴിഞ്ഞു. എങ്കിലും പലപ്പോഴും കാണുമ്പോൾ ഞങ്ങളെക്കുറിച്ച് ക്ഷേമം അന്വേഷിക്കാറുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ ആ സഹകരണം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ രീതിയിൽ ഇനിയും അരൂപിയിൽ അദ്ദേഹം ഞങ്ങളോടുകൂടി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അധികം പറയാതെ പ്രഥമ ദൃഷ്ടിയ കാണുന്നത് മാത്രം പറഞ്ഞതേയുള്ളൂ. നല്ല ഒരു കത്തോലിക്ക വിശ്വാസി, നല്ല ഒരു കുടുംബ ജീവിതം നയിച്ചിരുന്ന കുടുംബനായകൻ, ഭാര്യയ്ക്കും മക്കൾക്കും പ്രിയങ്കരനായ അദ്ദേഹം ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ദുഃഖം കടിച്ചമർത്തുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ തമാശ നിറഞ്ഞ ഭാഷയിൽ പറയും, ഞാൻ 2015 മരിച്ച് 2016 വരെ ഇരുന്ന് അടങ്ങിയവനാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഞങ്ങൾക്കത് മനസ്സിലാകുന്നു. അത് സത്യമല്ലേ? ഇങ്ങനെ സത്യത്തെയും നല്ലതായിട്ടുള്ള കാര്യങ്ങളെയും സരസമായിട്ട് പ്രതിപാദിക്കുവാനും ദുഃഖം നിറഞ്ഞവന്റെ മനസ്സിനെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുവാനുള്ള കഴിവ് ദൈവം നൽകിയാണ്. അതായത് നർമ്മം കലർന്ന രീതിയിൽ സത്യം പറയുന്ന, കള്ളത്തരമോ കളവോ ഒന്നും പറഞ്ഞില്ലല്ലോ. 2015 മരിച്ച് 2016 വരെ ഇരുന്ന് മരിക്കുവാൻ, അല്ലെങ്കിൽ അടങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവനാണ് എന്ന് ഇന്ന് അദ്ദേഹം പറയുമായിരുന്നു, അവസരം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഇന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുന്നുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, വളരെ ധൈര്യത്തോടുകൂടി ജീവിതത്തെ നേരിട്ട് വിശ്വാസം സംരക്ഷിച്ച് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിച്ച് നാട്ടുകാർക്കും വേണ്ട തരത്തിൽ അദ്ദേഹം സഹകരണവും അതുപോലെയുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ നാടിന്റെ അഭിമാനമായിട്ട്, കുടുംബത്തിന്റെ അന്തസ്സായിട്ട്, സഭയ്ക്ക് എപ്പോഴും ധീരനായ ഒരു മകനായിട്ട് വളർന്നു വന്ന സേവനമന്വേഷിച്ച ഈ സഹോദരനെ നമുക്കിന്ന് യാത്രയേക്കാം. സ്വർഗത്തിൽ ദൈവദൂതന്മാർ അദ്ദേഹത്തിന് അകപ്പടി സേവിക്കട്ടെ. ജനുവരി 1-ാം തീയതി തന്നെ അദ്ദേഹം സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ദൈവം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം എവിടെയും ആത്മാർത്ഥത നിറഞ്ഞ സേവനതൽപരനായിട്ട് സന്തോഷം നിറഞ്ഞ് കുടുംബാംഗങ്ങളെയും മറ്റുള്ളവരെയും സഹപാഠികളെയും ഒക്കെ സന്തോഷിപ്പിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ ദൗത്യമാണ്, എന്തൊരു വലിയ സിദ്ധിയാണ്, എന്തൊരു വലിയ നേട്ടമാണ്. അങ്ങനെ നന്മ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല ജീവിതത്തിൽ ഉടമകളാകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ മറ്റ് പരിഹാര പ്രവർത്തനങ്ങളും ദൈവത്തിന് കാഴ്ചവെക്കാം. അവസാനമായിട്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളത് ഇതാണ്. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മകനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓസ്തത്തേക്ക് ഈ സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടും പറയുന്നതിന് നിത്യശാന്തി നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും ഈശോ ഹൃദരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്ന് ധന്യമാകുന്നു. പ്രതിയേയുള്ളോ നാദനയിക്കുന്നു. ദുഷ്ടനും നിഴലിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചവന്റെ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുദ്ധാരം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു.
രക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മനുഷ്യരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ദൈവത്തിനോട് ഞാനിന്നോട് യാത്ര പറയുന്നു. ആമനസാവഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളുടെ ആത്മാവിന്റെ പ്രഭാവത്തിലേക്ക് പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമാർഗമായ പുരോഹിതരെ, ദൈവത്തിന്റെ ആത്മാവിന് മോക്ഷം നൽകി നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്ഞാം അർപ്പിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമാ. ലോകമേ എന്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാമേ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസത്തിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ പ്രകാശകൻ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ ചെറുതടമേ, നല്ല വലത്തു വലം ഭാഗേ. കർത്താവേ,
ബന്ധപ്പെടുത്തവരെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മാനവമാരുടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മരുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മരുജനു ഭാഗ്യം. മരുകതിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മരുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. ഞാൻ പാപം ചെയ്തു പോയി, എന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവമഞ്ജീവദായകമായ സുഖത്താൽ ദാസനെ ഉയർത്തിയ കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസൻ കുരവിളിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും നേട്ട നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീകനാമം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ആമം പരിപാലിക്കണമേ. ഉദ്ധാനപ്രദേശവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർന്നും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ വിശുദ്ധായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഭവിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീഥിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളെൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എന്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എന്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്തു നൊന്തു നീറേണ്ടൻ പ്രിയരേ, സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സുനമാകട്ടെ. സ്വർഗതാതന്റെ നീതി ഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു.
മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെന്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എന്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടച്ചൊല്ലുന്നെന്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ കാണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എന്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. Thank you.
Amen.